ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ നോർമലി ഒരാൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പല ട്രെയിനേഴ്സിന്റെ ഡയറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ഡയറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നതല്ല, ഡിന്നർ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫുഡാണ് ഓട്സ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മെയിൻലി ഒരു ഓട്സ് ഒരു ഫുഡിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് റീപ്ലേസ്മെന്റ് ആകുന്നത് ഒരു നോർമൽ ഫംഗ്ഷൻ ആണ്. സോ ഓട്സ് ആക്ച്വലി ഒരു ഡയറ്റ് ഫുഡ് ആണോ? ആക്ച്വലി യെസ്, ഓട്സ് ഒരു ഡയറ്റ് ഫുഡ് ആണ്. പക്ഷേ ഓട്സ് പ്രോപ്പർ ആയിട്ട് നമ്മളെ ന്യൂട്രീഷൻ ഫാക്ട് പ്രോപ്പർ ആയിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് ന്യൂട്രീഷൻ ഇൻഫോ പ്രോപ്പർ ആയിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വില്ലൻ കഥാപാത്രമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഓട്സ് എന്ന് പറയുന്നത് ഓൾറെഡി അവർ വാങ്ങുന്നതിന് അവരുടെ പാക്കറ്റിലുണ്ട് 40 ഗ്രാം ഓട്സേ നമ്മൾ എടുക്കാവുള്ളൂ ഡെയിലി ഇൻടേക്ക്. സോ 40 ഗ്രാം ഓട്സ് എന്ന് പറയുന്നത് തന്നെ ഒരു 4 to 5 ടേബിൾ സ്പൂൺ ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഓട്സ് എടുത്താൽ മാത്രമേ നമ്മൾ കട്ടിംഗ് ഡയറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു 40 ഗ്രാം ഓട്സ്, അതായത് 4 to 5 ടേബിൾ സ്പൂൺ ഓട്സേ നമ്മൾ ഡെയിലി ഇൻടേക്ക് എടുക്കാവുള്ളൂ. അതിന് പകരമായിട്ട് ആളുകൾ ഇവിടെ ഓട്സ് എന്ന് പറയുന്നത് എന്തോ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ കണ്ടിട്ട് അതൊരു ബൗൾ ഓട്സ് എടുക്കുക, അതിനകത്തേക്ക് ഒരു പഴം ഇടുക, പിന്നെ അതിനകത്തേക്ക് ഒരു സ്പൂൺ പീനട്ട് ബട്ടർ, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറെ അധികം പീനട്ട്സ്, അതുപോലെ വാൽനട്ട്സ്, അങ്ങനെ കുറെ അധികം സംഭവങ്ങളുടെ എന്തോ ഒരു ഡെക്കറേറ്റീവ് ഡെസേർട്ട് പോലെ നമ്മളെല്ലാം ഓട്സിനെ കാണുന്നത്. സോ അതാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. സോ നമ്മൾ വെയിറ്റ് ലോസ് ആണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും ഓട്സ് ഡെക്കറേറ്റീവ് ഫുഡായിട്ട് കാണാതെ, ഡെസേർട്ട് ആയിട്ട് കാണാതെ ആസ് എ കോംപ്ലക്സ് കാർ, ലൈക്ക് ഇപ്പൊ നമ്മൾ ഓഫീസിൽ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വോക്കിന് പോകുന്ന ഒരാളാണെങ്കിൽ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് ഒരു 40 ഗ്രാം ഓട്സ് എടുക്കാം. ആ 40 ഗ്രാം ഓട്സിൽ നമുക്ക് ചിയ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ സീഡ്സ് ആഡ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്, ആ ഒരു കൺസംഷൻ ആണ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എടുക്കുന്ന ഓട്സ് എന്ന് പറയുന്നത് ഒരു 80 to 100 ഗ്രാം ഓട്സ് എടുക്കുന്നു, അതിലെ ഒരു പഴം എടുക്കുന്നു, പൊട്ടാസ്യം ലോഡ് ചെയ്യിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഈ പീനട്ട് ബട്ടർ ആഡ് ചെയ്യുന്നു, ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേറെ ബെറീസ് അങ്ങനത്തെ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നു. ഇതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അതിലൊരു 350-400 പ്ലസ് കാലറീസ് ആഡ് ആയി കഴിഞ്ഞു. സോ അത് നമുക്ക് ഒരിക്കലും കട്ടിംഗ് ഡയറ്റിന് ഹെൽപ്പ് ചെയ്യില്ല. സോ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓട്സ് എന്ന് പറയുന്ന ഒരു ഫുഡ് ഒരു കോംപ്ലക്സ് കാർബാണ്. സോ അത് ലിമിറ്റ് ചെയ്ത് കഴിച്ചാലേ നമുക്ക് കട്ടിംഗ് ഡയറ്റിൽ വർക്ക്ഔട്ട് ആവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി വെയിറ്റ് ഗെയിൻ ആണ് നോക്കുന്നുണ്ടെങ്കിൽ 100 പ്ലസ് ഗ്രാം പ്രോപ്പർ എടുക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ കട്ടിംഗ് ഡയറ്റിനെ ഫോക്കസ് ചെയ്യുമെങ്കിൽ ഒരിക്കലും 40 ഗ്രാം ഓട്സിൽ കൂടുതൽ എടുക്കാനും പാടില്ല, അതിന് ഡെക്കറേറ്റീവ് ഡെസൈഡ് കാണാനും പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്സിനെ കുറിച്ച് വീഡിയോ മനസ്സിലാക്കി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.